വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അർഷനയാണ് കേട്ടോ. അപ്പോൾ UGC നെറ്റ് ജൂൺ 2024 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മെയ് 10 ലാസ്റ്റ് ഡേറ്റ്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്യുന്നതിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഐഫർ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് UGCnet.nta.ac.in എന്നുള്ള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. സിംപ്ലി റാൻഡംലി നെറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണുക, അല്ലെങ്കിൽ ഇതുപോലൊരു പേജിലേക്കാണ് നിങ്ങൾ എത്തുക. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ലേറ്റസ്റ്റ് ന്യൂസിൽ UGC നെറ്റ് ജൂൺ 2024 രജിസ്ട്രേഷൻ ഓർ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ യു ജസ്റ്റ് നീഡ് ടു ഡു ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ. സോ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ക്യാൻ സീ. അപ്പോൾ ഇവിടെ നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ, ഒരു വട്ടമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുക്കാം. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ ഇവിടെ 3 സ്റ്റെപ്പാണ് നമുക്ക് ആപ്ലിക്കേഷനിലുള്ളത്. മുന്നേ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഈ 3 സ്റ്റെപ്പുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഫില്ലപ്പ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആണ്. തേർഡ് പേ എക്സാമിനേഷൻ ഫീ ആണ്. അപ്പോൾ ഒരു ന്യൂ കാൻഡിഡേറ്റ് ആണ് നിങ്ങളുണ്ടെങ്കിൽ, അതെ ഈ ഒരു പ്രാവശ്യത്തെ എക്സാമിന് നമ്മൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുമായിരിക്കും അല്ലേ, ഫസ്റ്റ് ടൈം ആയിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടേ, ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഓക്കെ, വെരി ഫസ്റ്റ് തിങ് വി ഷുഡ് ഡു ഇസ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് വിൽ ഡൗൺലോഡ്. ഓക്കെ, ദെൻ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ബുള്ളറ്റിനെ ഡൗൺലോഡ് ചെയ്ത് മാൻഡേറ്ററി ആണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ്, നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റിന്റെ കോഡും നമ്മൾ PG പഠിച്ച സബ്ജക്റ്റിന്റെ കോഡൊക്കെ ഇതിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ നമുക്ക് സിറ്റി സെലക്ട് ചെയ്യണമെങ്കിൽ, നമ്മൾ ഏത് സിറ്റിയിലാണ് എക്സാം എഴുതേണ്ടത് എന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോഡ് വരെ ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1,150 രൂപയാണ് ജനറലിനുള്ള ഫീസ്. മറ്റ് കാറ്റഗറിക്കുള്ള ഫീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അതൊക്കെ വായിച്ച് നോക്കുക. ഓക്കെ, കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ഐ ഹാവ് ഡൗൺലോഡഡ് ദ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓഫ് UGC നെറ്റ് ജൂൺ 2024. read and understood all instruction there as well those mentioned above and will fill up the online application form from the UGC net June 2024 cycles accordingly. അതായത് നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്നുള്ളൊരു എഗ്രിമെന്റ് നമ്മൾ കൊടുക്കുകയാണ്. ദെൻ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യാണ് കേട്ടോ. സോ ആ ഒരു ഫേസ് കഴിയുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു ഏരിയ ആണിത്, ലോഗിൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിയർ കാൻഡിഡേറ്റ്സ് കൈൻഡ്ലി യൂസ് യുവർ ആധാർ ഓർ ഐഡന്റിറ്റി പ്രൂഫ്. നമ്മളെ ആധാറും ഐഡന്റിറ്റി പ്രൂഫ്സും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഒരിക്കലും നമ്മുടെ പാരൻസിന്റെ ഐഡന്റിറ്റീവ്സ് അല്ലെങ്കിൽ റിലേറ്റീവിന്റെ ഐഡന്റിറ്റി ഒന്നും യൂസ് ചെയ്യരുത്. നമുക്ക് ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആധാറോ അല്ലെങ്കിൽ ആധാർ പോലത്തെ മറ്റ് ഐഡന്റിറ്റി കാർഡ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ആധാറുള്ള ഒരാളാണ് എങ്കിൽ, അല്ലെങ്കിൽ ആധാർ നമ്പർ ഷെയർ ചെയ്യുന്നതിൽ നിങ്ങൾ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ better option, I have Aadhaar number, wish to create my login using Aadhaar number, also provide my consent using Aadhaar data for authentication purpose at various എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ടിക്ക് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്കൊരു ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ
ആ ഒരു ഡിജി ലോക്കർ അക്കൗണ്ടിലൂടെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, I do not have DigiLocker account. I wish to create my DigiLocker account and log in and identify through DigiLocker. ഇപ്പൊ എനിക്ക് നിലവിൽ DigiLocker ഒന്നും ഇല്ല, പക്ഷേ എനിക്ക് DigiLocker അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ പോകാനാണ് താല്പര്യം എന്നുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ടിക്ക് അവിടെ ആ ഒരു കോളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ദെൻ I have academic bank of credits ABC ID. I wish to log in and identify through ABC ID. എനിക്കൊരു അക്കാദമിക് ബാങ്ക് ഐ ഡി ഉണ്ട്, ആ ഐ ഡി യൂസ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യാൻ എനിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ദെൻ I don't have a academic bank account but I wish to create. അതായത് നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഇല്ല, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇനി നിങ്ങൾക്കൊരു ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ്, ആ പാസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്. ദെൻ ഐ ഹാവ് എ നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ആൻഡ് വിഷ് ടു ക്രിയേറ്റ് മൈ ലോഗിൻ യൂസിങ് നോൺ ഇന്ത്യൻ പാസ്പോർട്ട്. അതായത് നിങ്ങളൊരു ഫോറിനർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഇന്ത്യൻ പാസ്പോർട്ട് അല്ല ഉള്ളത്, പകരം ഒരു നോൺ ഇന്ത്യൻ പാസ്പോർട്ട് ആണുള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ആധാർ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുകയാണ്. സോ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കെന്തൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ആധാർ നമ്പർ അടിക്കാനുള്ളതും അതേപോലെ തന്നെ OTP ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. ഇഫ് നമ്മൾ DigiLocker അക്കൗണ്ട് ആണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗിൻ ആൻഡ് ഐഡന്റിഫൈ ത്രൂ DigiLocker എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ത്രൂ നിങ്ങൾക്ക് ചെയ്യാം. ദെൻ DigiLocker ഇല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് DigiLocker അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെയിം വേ എല്ലാത്തിനും പാൻ കാർഡിനുണ്ട്, അതേപോലെ പാസ്പോർട്ടിനൊക്കെ ആ ഒരു രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ സെലക്ട് ചെയ്യുന്നത് ആധാർ നമ്പർ അടിച്ച് OTPയിലൂടെയാണ്. സോ ഞാൻ എൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാണ്, ദെൻ OTP ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ OTP എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് എത്തുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ, അതേപോലെ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഉള്ളത് നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നിങ്ങളുടെ പേര് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും, കാരണം നിങ്ങൾ ആധാറുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേര് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ദെൻ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാദറിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ പേരാണ്. ഇത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലോ കൊടുത്തിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് അവർ തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പ്രകാരം. സോ ഫാദറിന്റെ നെയിമും മദേഴ്സ് നെയിം, അത് SSLC ബുക്കിലുള്ള കുത്തും കോപ്പയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു പേര് എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആധാറുമായിട്ട് ലിങ്ക് ആയതുകൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. ദെൻ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക. ഒന്നും കൂടെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇപ്പോൾ abc@gmail.com ആണ് എന്നുണ്ടെങ്കിൽ സെയിം സാധനം ഇവിടെ എന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ യുവർ ജെൻഡർ, മൊബൈൽ നമ്പർ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒന്നും കൂടെ അടിക്കുകയാണ്. മൊബൈൽ നമ്പർ ഒക്കെ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻസും മെസ്സേജുകളൊക്കെ ഇമെയിലൂടെയും മൊബൈൽ നമ്പറിലൂടെയും ഒക്കെയാണ് വരിക. അപ്പൊ നിങ്ങളിപ്പോൾ കറന്റ്ലി യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ID-യും അതേപോലെ തന്നെ നിങ്ങളെ ഫോൺ നമ്പറും കൊടുക്കുക. പുറത്തൊക്കെ പോയി അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെയിൽ ID തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മൊബൈൽ നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആൾട്ടർനേറ്റീവ് മൊബൈലാണ്. കാരണം നമ്മൾ ഇപ്പോൾ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഫോണിലേക്ക് അവർക്ക് ആക്സസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ, മാൻഡേറ്ററി ഒന്നല്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണെന്നുള്ളതാണ്. അത് ഇന്ത്യൻ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് യുവർ ഐഡന്റിറ്റി ടൈപ്പ് ആണ് ചോദിക്കുന്നത്. ഐഡന്റിറ്റി കാർഡ്, അതായത് കാർഡ് നമ്മൾ ഏതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഫോട്ടോഗ്രാഫോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും ഒന്നാണോ, ബാങ്കിന്റെ പാസ്ബുക്ക് ആണോ. പക്ഷെ ബാങ്കിന്റെ പാസ്ബുക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോട്ടോഗ്രാഫ് അടങ്ങിയിട്ടുള്ള ഒരു ബാങ്കിന്റെ പാസ്ബുക്ക് ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ഇലക്ഷൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളെ വോട്ടർ ID കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പിൻ നമ്പർ കൊടുക്കണം. നിങ്ങൾക്ക് പാൻ കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാസ്പോർട്ട് യൂസ് ചെയ്യാം. റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്,
ഫോട്ടോഗ്രാഫ് അടങ്ങിയിട്ടുള്ള ഒരു റേഷൻ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഈ ഒരു ഇവിടെ എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്തത്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ഇലക്ഷൻ ID കാർഡാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഇലക്ഷന്റെ ID നമ്പർ എന്ത് ചെയ്യണം, എൻറോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ദെൻ വരുന്നത് നിങ്ങളുടെ പ്രിമൈസസ് നെയിം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുപേരോ അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ നമ്പറോ എന്താണോ അതാണ് പ്രിമൈസസ് നെയിം ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ ലൊക്കാലിറ്റി, സബ് ലൊക്കാലിറ്റി, നിങ്ങളുടെ കൺട്രി, സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ പിൻകോഡ് കൊടുക്കുക. സെയിം നിങ്ങൾക്ക് ഇവിടെ വീണ്ടും വരുന്നത് നിങ്ങളെ പെർമനന്റ് അഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ കറന്റ്ലി ഇപ്പം ഹരിയാനയിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പഞ്ചാബിൽ പഠിക്കാൻ പോയൊരു സ്റ്റുഡൻ്റ് ആണ്, ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കറണ്ട് അഡ്രസ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളെ പെർമനന്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് കേരളത്തിലായിരിക്കും. ഇനിയിപ്പോൾ രണ്ടും കേരളത്തിൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, നാട്ടിൽ വന്ന് എക്സാം എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ സെയിം ആസ് പ്രസന്റ് അഡ്രസ് എന്നുള്ള ഏരിയയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതല്ല രണ്ടും രണ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും നിങ്ങളുടെ ആ പെർമനന്റ് അഡ്രസ്സിന്റെ നെയിമും ലൊക്കാലിറ്റി, കൺട്രി, സ്റ്റേറ്റ്, പിൻകോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ അത് കൺഫേം ചെയ്യുക. ദെൻ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് നിങ്ങളുടെ അടുത്ത് ഇൻ കേസ് നിങ്ങൾ ഈ ഒരു പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങളോട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കേണ്ടി വരിക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയാൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, വാട്ട് ഈസ് യുവർ ബർത്ത് സിറ്റി, വാട്ട് ഈസ് യുവർ നൈബേഴ്സ് പെറ്റ് നെയിം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അതെന്താണോ നമ്മൾ കറക്റ്റ് ആൻസർ ആയിട്ട് ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത്, സെക്യൂരിറ്റി ആൻസർ, അത് അന്ന് ആ സമയത്ത് ആ ആൻസർ അടിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഓർത്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, പാസ്വേഡ് പോലെ തന്നെ. അപ്പോൾ അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി, പാസ്വേഡ് ഇതാണ്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്, ആൻസർ ഇതാണ് എന്നുള്ളൊരു കാര്യം. ദെൻ ക്യാപ്ച വരും. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ക്യാപ്ച എന്താണോ ആ ക്യാപ്ച എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ സബ്മിറ്റ് കൊടുത്ത ശേഷം നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടുള്ള നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊരു PDF ആയിട്ട് വരും. ഇതൊന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, അതുപോലെ തന്നെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പാരൻസിൻ്റെ പേര്, ലൊക്കാലിറ്റി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റീഅഷ്യൂർ ചെയ്യുക. റീഅഷ്യൂർ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ കുറച്ച് ടിക്ക് ബോക്സ് നമുക്ക് ക്ലിക്ക് ചെയ്യാനുണ്ടാവും. സോ ഇത് ക്ലിക്ക് ചെയ്താൽ കൈൻഡ്ലി വെരിഫൈ ദ പെർട്ടിക്കുലർ യൂസ് ബിലോ കെയർഫുള്ളി ആൻഡ് എൻഷുർ യു ഹാവ് ഫിൽഡ് കറക്റ്റ് ഇൻഫർമേഷൻ. നോ ചേഞ്ച് വിൽ ബി പെർമിറ്റഡ് വൺസ് ദ രജിസ്ട്രേഷൻ ഫോം ഇസ് സബ്മിറ്റഡ് അറ്റ് എനി ലേറ്റർ എക്സാമിനേഷൻ. അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ നോക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ടിക്കറ്റ് പോവാം, അല്ലെങ്കിൽ കറക്ഷൻ വിൻഡോ വരുന്നുണ്ടല്ലോ ആ സമയത്ത് കറക്റ്റ് ചെയ്യാലോ എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം ഇത് പിന്നെ റീ എഡിറ്റിന് അവർ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ചെക്ക് ചെയ്യുക, ഒന്ന് എൻഷുർ ചെയ്യുക. സ്പെല്ലിംഗ് ഒക്കെ തിരക്കിട്ട് ടൈപ്പ് ചെയ്ത സമയത്ത് മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് എൻഷുർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ലേ, ഇയർ ഓഫ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്ന് എൻഷുർ ചെയ്യുക. എൻഷുർ ചെയ്ത ശേഷം ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഒരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഈ ഫില്ല് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ എന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും എഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നു. എഗ്രി കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇനി മിസ്റ്റേക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ എഡിറ്റ് ദ രജിസ്ട്രേഷൻ ഫോം. രജിസ്ട്രേഷൻ ഫോം എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളത് എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. സോ ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം, ഗെറ്റ് OTP. അതായത് ഒന്നും കൂടെ അവരൊന്ന് എൻഷുർ ചെയ്യാണ്, ഒരു ചാൻസും കൂടി നിങ്ങൾക്ക് ഉണ്ട്. ഇനി ഇത് എഡിറ്റ് ചെയ്യണോ, എഡിറ്റ് ചെയ്യേണ്ട, അല്ല സബ്മിറ്റ് ചെയ്യണോ, സബ്മിറ്റ് ചെയ്യേണ്ടയോ, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ട്. സോ നിങ്ങൾ കൺഫേം ആണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് യെസ്. സോ നമ്മൾ OTP വന്നു, അത് ഓട്ടോ റീഡ് ചെയ്തു ശേഷം എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു വിൻഡോ വന്നു. താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ, പ്ലീസ് ചെക്ക് യുവർ ഇമെയിൽ ഫോർ OTP എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ OTP വന്നു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ OTP ഫില്ല് ചെയ്യേണ്ടത്. OTP ഫില്ല് ചെയ്ത ശേഷം ഒരു സെക്യൂരിറ്റി പിൻ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, അത് ടൈപ്പ് ചെയ്യണം. നമ്മളെ ക്യാപ്ച എന്ന് പറയുന്ന സെക്യൂരിറ്റി പിൻ ഉണ്ട്, അതും കൂടി ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക,
വെരിഫൈ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ OTP വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് OTP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ OTP എൻ്റർ ചെയ്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, മെസ്സേജിലല്ല OTP വരിക, നമ്മുടെ ജിമെയിലാണ് OTP വരിക. ഇപ്പോൾ മെസ്സേജ് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ജിമെയിലാണ് OTP വരിക, അത് ചെക്ക് ചെയ്ത് അത് എൻറോൾ ചെയ്യുക. ക്യാപ്ച എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു കാര്യം കാണാൻ കഴിയും. അതായത് യുവർ ആപ്ലിക്കേഷൻ നമ്പർ ഹാസ് ബീൻ സെൻഡ് ടു യുവർ ഇമെയിൽ അഡ്രസ്. പ്ലീസ് ലോഗിൻ വിത്ത് ദ ആപ്ലിക്കേഷൻ പോർട്ടൽ യൂസിങ് യുവർ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് ടു കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ. ഇഫ് യു ഹാവ് നോട്ട് റിസീവ്ഡ് യുവർ ആപ്ലിക്കേഷൻ നമ്പർ ഇൻ യുവർ ഇമെയിൽ പ്ലീസ് ചെക്ക് യുവർ സ്പാം ഓർ ജങ്ക് ഫോൾഡർ. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെയിലിൽ പെട്ടെന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാം അല്ലെങ്കിൽ ജങ്ക് ഫോൾഡറിൽ, മെയിലിൽ തന്നെയുള്ള സ്പാം ഓർ ജങ്ക് ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അടങ്ങിയിട്ടുള്ള ഇമെയിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു പേജിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റെപ്പ് 1 ഫോർ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേറ്റ് ഹിയർ എന്നുള്ളൊരു ഓപ്ഷനിലേക്കായിരുന്നു നമ്മൾ ക്ലിക്ക് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വലിയ ആൾക്കാരായില്ലേ, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ സ്പേസിൽ നമ്മുടെ ആപ്ലിക്കേഷനും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു പാസ്വേഡ് ഇല്ലേ, ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുന്നു. അതേപോലെ ഈ ഒരു ക്യാപ്ച, നമ്മളിവിടെ കാണുന്ന ക്യാപ്ചയും ഇവിടെ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി. ഓക്കെ, സോ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും OTPയും ഉപയോഗിച്ച് എന്ത് ചെയ്തു, ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണാൻ കഴിയും. ഡാഷ്ബോർഡ് ആണ്, ആപ്ലിക്കേഷൻ മൊബൈൽ വെരിഫൈ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സോ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ് അല്ലേ. രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ ഫീസ് പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്, കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സച്ച് ആസ് യുവർ നെയിം, നമ്മുടെ നാഷണാലിറ്റി, നമ്മുടെ അഡ്രസ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ ID മുതലായിട്ടുള്ള നമ്മൾ ഓൾറെഡി എൻറോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ സബ്ജക്റ്റിന്റെ കോഡ്, സിറ്റിയുടെ കോഡ്, നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന സബ്ജക്റ്റിന്റെ കോഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മുന്നേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അല്ലെങ്കിൽ ആ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, സോ വൺസ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം, ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു പേജിൽ ആഡ് ചെയ്യാനില്ല, ഒന്ന് വെരിഫൈ ചെയ്ത ശേഷം നമ്മുടെ ക്യാപ്ച ഇവിടെ ഉണ്ട്. ക്യാപ്ച എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം എഗ്രി ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെയുള്ള ക്യാപ്ച നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ദെൻ എഗ്രി ഓപ്ഷൻ ഉണ്ട്. എഗ്രി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ടിക്ക് വരും. അതേപോലെ തന്നെ ഈ ഒരു ഇതുവരെയുള്ള സാധനങ്ങളെ സേവ് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോകാനുള്ള സേവ് നെക്സ്റ്റ് ഓപ്ഷനും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സേവ് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം. ഇവിടെയുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്ത ശേഷം, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ എന്ന് വെരിഫൈ ചെയ്ത ശേഷം അടുത്തതിലേക്ക് പോവാം. വൺസ് നിങ്ങളുടെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആണെന്നുള്ള ഒരു എഗ്രിമെന്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനൊരു പോപ്പപ്പ് വരും, കോൺടാക്ട് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി. അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോവാം. സോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ സച്ചാസ് നമ്മുടെ കാറ്റഗറി ഏതാണ്, നിങ്ങൾ SC ST-യിലാണോ OBC-യിലാണോ വരുന്ന തുടങ്ങിയിട്ടുള്ള കാറ്റഗറീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സപ്പോസ് കാറ്റഗറി, ഇപ്പോൾ എൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് OBC NCL ആണ്. അതായത് OBC നോൺ ക്രിമിലിയർ അല്ലെങ്കിൽ സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, OBC NCL ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ ഡൊമിസൈൽ എവിടെയാണ് വരുന്നത്, കേരള. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കേരള സെലക്ട് ചെയ്യുന്നു.
ആർ യു ഡയബറ്റിക്? ഇല്ല, എനിക്ക് ഡയബറ്റിക്സ് ഇല്ല. നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ആർ യു വില്ലിംഗ് ടു അപ്ലൈ ഫോർ NFOBC? OBC സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ NFOBCക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? യെസ് എന്ന് കൊടുത്തു. ഓക്കെ, ആർ യു എ PWD കാൻഡിഡേറ്റ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് RPWD Act 2026? നമ്മള് എന്താണ്, ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരാളാണ് അല്ലോ എന്നുള്ള സംഭവമാണ്. നമ്മൾ ഫിസിക്കലി ഓക്കെ ആണ്, PWD കാറ്റഗറിയിൽ വരുന്ന ഒരാളല്ല, സോ നോ സെലക്ട് ചെയ്യുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് ഫിസിക്കലി ഡിസബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 40% അതിൽ കൂടുതലാണ്. എത്രയാണ് നിങ്ങളത് വരുന്നത്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. യെസ്, 40% ഓർ മോർ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ലെസ് ദാൻ 40% ആൻഡ് ഹാവിംഗ് ലിമിറ്റേഷൻ ഇൻ റൈറ്റിംഗ് അണ്ടർ സെക്ഷൻ 2S എന്നുള്ളൊരു ഓപ്ഷൻ ആണ് നിങ്ങൾക്കുള്ളത്. ഇനി അതല്ല എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. സോ ഐ എം നോട്ട് എ PWD സ്റ്റുഡൻറ്, സോ നോ. ആൻഡ് ആനുവൽ ഇൻകം ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻ എത്രയാണ് വരുന്നത് എന്നുള്ളത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മുടെ ക്യാപ്ച ഉണ്ട്, ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്യാം. ദെൻ വീണ്ടും ഒരു എഗ്രിമെന്റ് ആണ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ്, നമ്മൾ എഗ്രി ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സേവ് ടു നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. സോ നമ്മൾ ഇത്രയും ഡാറ്റ കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒരു പോപ്പപ്പ് വരും, പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് അത് ഓക്കെ കൊടുക്കുക. ദെൻ നമുക്ക് വരുന്നത് ഐ വോണ്ട് ടു അപ്ലൈ UGC NET June 2024 ഓൺ ദ ബേസിസ് ഓഫ് എന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതിൽ ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ആസ് ഓഫ് നൗ ഇന്ത്യയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 4 ഇയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ പല യൂണിവേഴ്സിറ്റീസും അതിൻ്റെ സിലബസിൻ്റെ ഒക്കെ പണിപ്പുരയിലാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടോ അടുത്ത വർഷം തൊട്ടോ നിങ്ങൾക്ക് CUET ഈ ഒരു 4 ഇയർ ഡിഗ്രി പ്രതീക്ഷിക്കാം. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് മാസ്റ്റർ ഡിഗ്രി ആണുള്ളത്, മാസ്റ്റർ ഇൻ സൈക്കോളജി ആണ്. അപ്പോൾ മാസ്റ്റർ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, മാസ്റ്റർ ഡിഗ്രി സെലക്ട് ചെയ്യുന്നു. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇവിടെ ചോദിക്കുന്നുണ്ട്. ദെൻ അതിൽ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ് സ്റ്റാറ്റസ്. ഓക്കെ, പാസ് സ്റ്റാറ്റസ് എന്താണെന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ വരുന്നത് പാസ്ഡ് ഓർ അപ്പിയറിംഗ് റിസൾട്ട് അവൈറ്റഡ് എന്നാണ്. ഇപ്പൊ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പിയറിംഗ് ഓർ റിസൾട്ട് അവൈറ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ പാസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പാസ് ആയിട്ടുള്ള ഒരാളാണെന്നുകൊണ്ട് തന്നെ ഞാൻ പാസ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ കോഴ്സ് സ്ട്രീം ആണ്. കോഴ്സ് സ്ട്രീം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ മൈനസ് മാസ്റ്റർ ഓഫ് ആർട്സ് ആണ്, MA സൈക്കോളജി ആണ് ഞാൻ കഴിയുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, മാസ്റ്റർ ഓഫ് ആർട്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ട് ചെയ്യാം. സോ ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ്, അതായത് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ഇയർ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഇയർ ഏതാണോ അതെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ 2021 പാസ് ഔട്ട് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 2021 സെലക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ സബ്ജക്റ്റിന്റെ നെയിം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. മൈനസ് സൈക്കോളജി. സോ സൈക്കോളജി. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫ്രം എവിടെ നിന്നാണ്, ഇന്ത്യയിൽ നിന്ന്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് ആണ്. ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഈ ഒരു എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹരിയാനയിലാണ്. അപ്പൊ ഹരിയാനയിൽ എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എൻ്റെ റിസൾട്ട് മോഡ് ഏതാണ്, നിങ്ങൾക്ക് പെർസെൻറ്റേജ് വേണമെങ്കിൽ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം, CGPA വേണമെങ്കിൽ CGPA സെലക്ട് ചെയ്യാം. നമുക്ക് രണ്ടും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം എൻ്റെ പെർസെൻറ്റേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ മാർക്സ് എത്രയാണ്, മാർക്സ് ഒബ്റ്റെയിൻഡ് എത്രയാണ്, പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ള 3 കാര്യങ്ങളാണ്. പെർസെൻറ്റേജ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഇനി അതല്ല CGPA ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഗ്രേഡ് പോയിന്റ് എത്രയാണ്, ഒബ്റ്റെയിൻഡ് CGPA എത്രയാണ്, CGPA പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ PGയുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ഇനി അതല്ല, ഇപ്പോൾ നിങ്ങളിപ്പം അപ്പിയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പിയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരും എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇയർ റിസൾട്ട് അവൈറ്റഡ് ആണോ, അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പാസിംഗ് ഇയർ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ സബ്മിറ്റ് ചെയ്യാം. ഒരു മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം നിലവിൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് ടു മൈൻഡിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ,
So passing year is 2021. Yes, 2021. Then റിസൾട്ട് മോഡ് ക്യാപ്ച എൻ്റർ ചെയ്യുന്നു, നമ്മൾ സേവ് ടു നെക്സ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. ഓക്കെ, നമ്മൾ നമ്മളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സും യൂണിവേഴ്സിറ്റിയും ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത ശേഷം ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നു. ദെൻ നമുക്ക് വരുന്നത് അഡീഷണൽ ഡീറ്റെയിൽസിലേക്കാണ്. ഓക്കെ, അതിൽ PhD ഡീറ്റെയിൽസ് ആണ് ചോദിക്കണേ. ഇപ്പൊ ചില ആളുകൾ, നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇതിന്റെ PhD ഡീറ്റെയിൽസ് ചോദിക്കണമെന്നുള്ള ഡൗട്ട് വേണ്ട. ചില ആളുകൾ PhDക്ക് ജോയിൻ ചെയ്ത ശേഷം വീണ്ടും JRFനും നെറ്റിനും വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടാവും. പല യൂണിവേഴ്സിറ്റീസും എൻട്രൻസ് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ജോയിൻ ചെയ്ത ശേഷം JRFന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. സോ ഞാൻ PhD ജോയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നോ കൊടുക്കുന്നു. വെദർ മാസ്റ്റേഴ്സ് ലെവൽ എക്സാമിനേഷൻ ഹാഡ് ബീൻ കംപ്ലീറ്റഡ് ബൈ September 1991 irrespective of date declaration result. ഈ ഒരു നമ്മുടെ മാസ്റ്റേഴ്സ് എക്സാമിനേഷൻ സെപ്റ്റംബർ 1999 മുന്നേ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലയോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. നോ. അടുത്തത്, നിങ്ങൾ ഏതെങ്കിലും റിസർച്ച് അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ ആണോ എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിൽ ഒക്കെ ജോലിയിൽ അല്ലെങ്കിൽ ആർമിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആരാണോ എന്നുള്ളതാണ്. സോ ഉണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ, വെദർ യു പൊസസ്ഡ് റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ സബ്ജക്ട് ഓഫ് കംപ്ലീറ്റിംഗ് PG ഡിഗ്രി. PG ഡിഗ്രിയിൽ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, PG ഡിഗ്രിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ഇയേഴ്സിൽ 1 year, ലാസ്റ്റ് ഫൈനൽ ഇയറിൽ നമ്മൾ എല്ലാവരും PGയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇയർ 1. ദെൻ വെദർ യു ആർ എക്സ് സർവീസ്മാൻ. അല്ല, ഞാനൊരു എക്സ് സർവീസ്മാൻ അല്ല. ഓക്കെ, ദെൻ വീണ്ടും ക്യാപ്ച, ഒരുപാട് ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ റെഡി ആയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. വീണ്ടും ക്യാപ്ച വരുന്നു, വീണ്ടും എഗ്രി കൊടുക്കുന്നു, നമ്മൾ വീണ്ടും സേവ് ടു നെക്സ്റ്റിലേക്ക് പോകുന്നു. ഓക്കെ, സോ വീണ്ടും നമ്മളുടെ ഡാറ്റ സേവ് ആയി, ഓക്കെ കൊടുക്കുന്നു, നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഓക്കെ, എക്സാംസിന്റെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യാൻ പോണേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ലൈ ഫോർ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഉണ്ട്, JRF ഉണ്ട്, PhD ഓൺലി ഉണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഒന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3ഉം സെലക്ട് ആവുന്നുണ്ട്. 3ലും ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കാം മേ ബി. ഓക്കെ, ദെൻ വരുന്നത് സബ്ജക്ട് ഓപ്റ്റഡ് ഫോർ നെറ്റ്. നെറ്റിന് വേണ്ടി നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാൻ കാരണം നമ്മൾ നെറ്റിന്റെ അദ്ദേഹം പോസ്റ്റ് ചെയ്ത സമയത്ത്, മമിതാല ജി പോസ്റ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4 year ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ആ ഡിഗ്രിക്ക് തന്നെ നെറ്റ് എടുക്കണം എന്നില്ല, വേറെ സബ്ജക്റ്റിനും എടുക്കാമെന്നൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഓപ്ഷൻ നെറ്റ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടാവുക. സോ നെറ്റിന് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് സൈക്കോളജി തന്നെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈക്കോളജി സെർച്ച് ചെയ്യുന്നു. സോ സൈക്കോളജി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ള ഓപ്ഷൻ ആണ്. സോ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ എല്ലാവരും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ദെൻ ചോയ്സ് ഫോർ എക്സാം സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു, നമ്മൾ കേരള സെലക്ട് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് ചോയ്സ് ഫോർ എക്സാം സിറ്റി, ഏതാണ് എക്സാം സിറ്റി സെലക്ട് ചെയ്യുന്നത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കോഡ് ബേസ് ചെയ്തിട്ടാണ് തരിക എന്നുള്ളതാണ്. പക്ഷെ ഇത് പേര് തന്നെ തന്നിട്ടുണ്ട്. മേ ബി നമ്മുടെ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഹോൾ ടിക്കറ്റിൽ ഈ പേരിന് പകരം എക്സാം സിറ്റിയുടെ കോഡായിരിക്കും വരിക. അപ്പൊ ആ കോഡ് അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്കിൾ ചെയ്ത് എടുക്കേണ്ടി വരും. സോ എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോട് സെലക്ട് ചെയ്യുന്നു. സോ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത്, സെക്കൻഡ് ചോയ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള വീണ്ടും കൊടുക്കുന്നു. നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കണത്, നമുക്ക് കോഴിക്കോട് തന്നെ കൊടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. നോ, വി കാൺട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. സോ ഐ ഓപ്റ്റ് മലപ്പുറം. ഓക്കെ, വീണ്ടും തേർഡ് ചോയ്സ്. ദെൻ തേർഡ് ചോയ്സ് ഫോർ എക്സാം സിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ണൂർ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഫോർത്ത് ചോയ്സ് കേരള. അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ചേഞ്ചിന് എറണാകുളം ഒക്കെ ഒന്ന് കണ്ടുവരാലോ, എറണാകുളം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ കൊടുക്കേണ്ടത് ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഗാർഡിയൻ്റെ എഡ്യൂക്കേഷൻ ആണ്. സോ എൻ്റെ ഫാദർ ഒരു ഗ്രാജുവേറ്റ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്
എന്താണോ നിങ്ങളുടെ ഫാദറിന്റെ ഒക്യുപ്പേഷൻ അത് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് എംപ്ലോയി, അതേഴ്സ്, തൽക്കാലം അതേഴ്സ് കൊടുക്കുന്നു. ദെൻ മദർ ഓർ ഗാർഡിയൻ എഡ്യൂക്കേഷൻ, ഉമ്മയുടെ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. ആള് നമുക്ക് എന്ത് ചെയ്യാം, അതേഴ്സിൽ കൊടുക്കാം. ഓക്കെ, ഒക്യുപ്പേഷൻ ഓക്കെ, ആള് വർക്കൊന്നും ചെയ്യുന്നില്ല, അപ്പൊ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കുന്നു. ദെൻ വീണ്ടും ക്യാപ്ച വരുന്നുണ്ട്. ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഗ്രിമെന്റ് ചെയ്യാനുണ്ട്. ദെൻ ആസ് യൂഷ്വൽ സേവ് ടു നെക്സ്റ്റ് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്യാപ്ച എൻ്റർ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് പ്രിപ്പയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തയ്യാറാവുക എന്നുള്ളതാണ്. സോ നമ്മൾ ക്യാപ്ച അടിച്ചു കഴിഞ്ഞു. സോ എക്സാം സെന്റർ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി, ഓക്കെ ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, നമ്മുടെ ഡോക്യുമെന്റ് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, സോ ഫോട്ടോ, നമ്മുടെ ഫോട്ടോ ചൂസ് ചെയ്യണം. അതേപോലെ സിഗ്നേച്ചർ, നമ്മുടെ സിഗ്നേച്ചർ ചൂസ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ ഇതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫോട്ടോയുടെ സൈസ് എപ്പോഴും JPG അതുപോലെ തന്നെ JPEG ഫോർമാറ്റിൽ, PNG ഫോർമാറ്റ് പറ്റില്ല. അതേപോലെ തന്നെ സൈസ് ശ്രദ്ധിക്കണം. സോ മിനിമം സൈസ് 10 KB, മാക്സിമം സൈസ് 200 KB. അതേപോലെ തന്നെ സിഗ്നേച്ചറിനും JPG JPEG ഫോർമാറ്റ് മാത്രമേ അലോ ചെയ്യുള്ളൂ. പക്ഷേ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. സൈസ് 4 KB തൊട്ട് 30 KB വരെ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ശ്രദ്ധിക്കുക, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെവി കാണിച്ചു കൊണ്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ അവർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാക്സിമം ചെവി കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അത് നിങ്ങളൊരു പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ തന്നെ ആയിരിക്കണം. നിങ്ങൾ നോർമൽ ഫോണിലുള്ള ഫോട്ടോ എടുത്തിട്ട് അത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഒരു സൈസിലേക്ക് കൺവേർട്ട് ചെയ്താലും ഓക്കെയാണ്. പാസ്പോർട്ട് സൈസുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചെവി കാണിച്ചിട്ട് മുഖത്തിന്റെ 80% കാണുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഫോട്ടോയും അതേപോലെ തന്നെ സൈനും അപ്ലോഡ് ചെയ്യുക. ഇത് കഴിയുന്നതോടുകൂടെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. ദെൻ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്പൺ ആവണം. അത് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ UPI ID ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രെഡിറ്റ് കാർഡുകളുടെയും ഡെബിറ്റ് കാർഡുകളുടെയും ലിസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ ബുള്ളറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേയ്മെന്റ് ഉറപ്പുവരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബുള്ളറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ലൈൻസ് അല്ലെങ്കിൽ ഹെൽപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. സോ OMR ഷീറ്റിനെ കുറിച്ച് വറീഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സുവർണാവസരം വരുന്നുണ്ട്. ഐഫർ എഡ്യൂക്കേഷൻ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓഫ്ലൈനായിട്ട് ഫ്രീ ആയിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ OMR ഷീറ്റിനെ കുറിച്ചും ഇനി വറീഡ് ആവേണ്ടതില്ല, അവിടെയും ഐഫർ നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് എവ്രിവൺ.